അസ്സലാമു അലൈക്കും. കക്കോവ് മഹല്ല് വളരെ പ്രശസ്തമായ ഒരു മഹല്ല്, ഏറെ പ്രശസ്തനും പ്രമുഖനും ആയ പണ്ഡിതനായിരുന്ന മർഹൂം AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ ദീർഘകാലം ദർസ് നടത്തിയ മഹല്ല് മസ്ജിദ്. ധാരാളം വിദ്യാസമ്പന്നരായ ഉദ്യോഗസ്ഥന്മാരും അധ്യാപകരും ഉള്ള ഒരു പ്രശസ്തമായ മഹല്ല്. റിക്കാർഡിക്കൽ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാവിധ രേഖകളും സമസ്തക്ക് അനുകൂലമായി രേഖകളുള്ള പള്ളി. സ്വാഭാവികമായും ഇടക്കാലത്ത് വിഭാഗീയ പ്രശ്നം വന്നപ്പോൾ ചില മധ്യസ്ഥന്മാരുടെ ഇടപെടലുകളെ തുടർന്ന് ഇപ്രകാരം ഒരു ധാരണയിലെത്തി. 3 വർഷം ഒരു വിഭാഗത്തിൻ്റെ ഖത്തീബ്, ആ സമയത്ത് മറുവിഭാഗത്തിൻ്റെ മുഅദ്ദിൻ. ഈ 3 വർഷം കഴിഞ്ഞാൽ മറ്റേ വിഭാഗത്തിൻ്റെ ഖത്തീബ്, ഈ വിഭാഗത്തിൻ്റെ മുഅദ്ദിൻ, ഇങ്ങനെ മാറി മാറി ചെയ്യുക എന്നതായിരുന്നു ആ തീരുമാനം. ആ തീരുമാനപ്രകാരം ശാന്തമായി മഹല്ല് മുന്നോട്ട് പോയി. മുൻ തീരുമാനപ്രകാരം ഈ റമദാനിന് ശേഷം മുദരിസും ഖത്തീബുമായി വരേണ്ടത് നമ്മുടെ സമസ്തയുടെ പ്രതിനിധിയാണ്. ആ വിധത്തിൽ നമ്മുടെ ആളെ നിശ്ചയിച്ചു. മുഅദ്ദിനായി വരേണ്ടത് അവരുടെ ആളാണ്. ആ നിലയിൽ നിശ്ചയിക്കപ്പെട്ടു. ഈ നിലയിൽ വെള്ളിയാഴ്ച നമ്മുടെ പുതിയ ഖത്തീബ് ചാർജ് എടുക്കുന്ന ദിവസം ചില്ലറ അപസ്വരങ്ങൾ അവർ ഉണ്ടാക്കിയതിനെ തുടർന്ന് പോലീസ് ഇടപെട്ട് മധ്യസ്ഥന്മാരുമായി ചർച്ച നടത്തി അവർ ഉന്നയിക്കുന്ന പുതിയ പ്രശ്നം ജുമായുടെ ശേഷം ചർച്ച ചെയ്യാമെന്ന് വെക്കുകയും തുടർന്ന് AP വിഭാഗത്തിൻ്റെ നിശ്ചയിക്കപ്പെട്ട മുഅദ്ദിൻ തന്നെ മാശറ വിളിക്കട്ടെ, ശേഷം പൂർവ്വകാലത്തെ പാരമ്പര്യമനുസരിച്ച് പുതുതായി നിശ്ചയിക്കപ്പെട്ട ഖത്തീബ്, നമ്മുടെ ഖത്തീബ് ഖുതുബ നിർവഹിക്കുകയും ചെയ്യട്ടെ, ശേഷമാകാം ബാക്കി ചർച്ചകൾ എന്ന് പറഞ്ഞ് ചർച്ച മാറ്റിവെക്കുകയും പോലീസ് ഇടപെട്ടെടുത്ത ഈ തീരുമാനപ്രകാരം AP വിഭാഗത്തിൻ്റെ മുഅദ്ദിൻ മാശറ വിളിക്കുകയും നമ്മുടെ ഖത്തീബ് റൂമിൽ നിന്ന് ഖുതുബയ്ക്ക് വേണ്ടി പുറത്തു വരാൻ ഒരുങ്ങുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഒരു അഷ്ക എന്നൊക്കെ ഖുർആനിൽ പറഞ്ഞതുപോലുള്ള ഒരു നിർഭാഗ്യവാനായ ഒരു വ്യക്തി, ഒരു മുസ്ലിയാർ വേഷധാരിയാണ്. അദ്ദേഹം പള്ളിയിൽ ഉസ്താദിൻ്റെ റൂം അടച്ചു പൂട്ടുകയും ഉസ്താദിനെ പുറത്തിറക്കാൻ ഖുതുബയ്ക്ക് പോകാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുകയും തുടർന്ന് അനിശ്ചിതാവസ്ഥ ഉണ്ടായപ്പോൾ പള്ളി മിമ്പറിലേക്ക് ആരെങ്കിലും കയറിയാലോ എന്ന് വിചാരിച്ച് മറ്റു ചിലർ മിമ്പറിൽ കയറി നിൽക്കുന്നതായി പറയുകയും ചെയ്തു. ആ നിലയിൽ ഖുതുബ നടത്താത്ത അനിശ്ചിതത്വം വരികയും തുടർന്ന് സംഘർഷം ഉണ്ടാവുകയും സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് വിഭാഗം പള്ളിയിൽ കയറി മുഴുവൻ ആളുകളെയും ലാത്തിയടിച്ച് ഓടിപ്പിച്ച് പുറത്താക്കുകയും ശൂന്യമായ പള്ളിയിൽ ജുമായോ നിസ്കാരമോ അന്ന് നടക്കാതെ പോവുകയും ഉണ്ടായ സംഭവമാണ് അവിടെ അരങ്ങേറിയത്. യഥാർത്ഥത്തിൽ അവിടെ കൂടിയ മുഴുവൻ ആളുകൾക്കും ജുമാ നഷ്ടപ്പെടുക എന്ന ഹീനമായ കൃത്യത്തിന് പോലും യഥാർത്ഥത്തിൽ കാന്തപുരം വിഭാഗക്കാർ കാരണമായി. ഇതാണ് അവിടെ നടന്ന ഒരു ചെറിയ ചിത്രം. ഇൻഷാ അല്ലാഹ് മഹല്ല് രേഖകൾ കൊണ്ട് 100% നമ്മുടെ കൂടെ നിൽക്കുന്ന മഹല്ലാണ്. മാന്യതയ്ക്ക് വേണ്ടി മഹല്ല് പ്രശ്നമുണ്ടാകേണ്ടെന്ന് വിചാരിച്ച് മാത്രം ഇടക്കാലത്ത് പൂർവ്വകാലത്ത് മധ്യസ്ഥന്മാരുടെ തീരുമാനപ്രകാരം അവരുടെ ഖത്തീബിനെ കൂടി നിശ്ചയിച്ചു പോരുന്ന രീതി അതും അംഗീകരിക്കില്ല. ഈ മധ്യസ്ഥ തീരുമാനപ്രകാരം പാരമ്പര്യമായി നടന്നു വരുന്ന രീതി പ്രകാരം നമ്മുടെ ഖത്തീബിന് അവസരം വരുമ്പോൾ അതും അനുവദിക്കില്ല എന്ന ധാർഷ്ട്യതയോടുകൂടി മുന്നോട്ട് പോകുന്ന ഈ വിഭാഗം എന്തായിരുന്നാലും ഒരു നല്ല പോക്കല്ല മുന്നോട്ട് പോകുന്നത്. പല മഹല്ലുകളും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ സഹായത്താൽ ഉചിതമായ നിലയിൽ അക്കാര്യം നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായിരുന്നാലും ഈ വിക്രിയകളുമായി, അധാർമികതയുമായി, അനീതിയുമായി പ്രവാചക തിരുമേനിക്കെതിരെ പോലും വ്യക്തമായ ദുഷ്പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ അറ്റ കയ്യുമായി ദീർഘകാലമൊന്നും അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്നാണ് നാം കണക്ക് കൂട്ടുന്നത്. അള്ളാഹുവിൻ്റെ വിജയം നമുക്കുണ്ടാകും. വല്ലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലി മുഅ്മിനീൻ. അള്ളാഹുവിനും തൻ്റെ പ്രവാചകർക്കും സത്യവിശ്വാസികൾക്കുമാണ് പ്രതാപം എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആ പ്രതാപം നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് കാന്തപുരം വിഭാഗത്തിൻ്റെ ദയനീയ ചിത്രം നിലവിൽ എല്ലാവർക്കും അറിയാം. അതിലുള്ള അരിശം കൂടിയാണ് ഇത്തരം പ്രകോപനങ്ങളും പ്രശ്നങ്ങളും മഹല്ലുകൾ ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലെന്ന് നാം വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഇതാണ് സത്യം.
കാര്യങ്ങൾ അവിടെ ജുമാ മുടങ്ങിയെങ്കിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പള്ളി പൂട്ടിയിട്ടില്ല. നമസ്കാരം ശേഷം നടന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വൈകാതെ തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യായത്തിൻ്റെ മാർഗത്തിലൂടെ ചർച്ചയ്ക്ക് ഇനിയും നമ്മൾ തയ്യാറാണ്. ന്യായമായി നമ്മുടെ ഖതീബ് അവിടെ ജുമാ നടത്തും. നല്ല നിയമപരമായ വഴിക്ക് പോവുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്പം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് മാത്രം. റെക്കോർഡുകളെല്ലാം ക്ലിയർ ആയതുകൊണ്ട് അതിവിദൂരമല്ലാത്ത ഭാവിയിൽ സമ്പൂർണ്ണമായി പള്ളി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും എന്ന് ശുഭാപ്തി വിശ്വാസമുണ്ട്. എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും.